ഒരിക്കൽ നടപടിയെടുത്തവർക്കെതിരെ രണ്ടാമത് നടപടിയെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് നിയമോപദേശം തേടണമത്രേ. അതും ഏത് പോലീസിന്? ഒരു നിരപരാധിയെ കള്ളക്കേസിൽ കൊടുക്കാൻ, കള്ള FIR ഉണ്ടാക്കാൻ രണ്ടാമത് പോയിട്ട് ഒറ്റത്തവണ പോലും ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്ത കേരളത്തിലെ പോലീസിന്, ആ നിരപരാധിയെ പോലീസിന്റെ ഭീഷണി ചോദ്യം ചെയ്തതിന്റെ പേരിൽ കാടൻ ഇടിയിടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കാൻ അരനിമിഷം പോലും ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്ത പോലീസിന് നടപടിയെടുക്കാൻ നിയമോപദേശം വേണമെന്ന്. ഇനി അന്നെടുത്ത ആ കടുത്ത നടപടി എന്തായിരുന്നു? കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂരിലെ വിവിധ സ്റ്റേഷനുകളിലേക്കുള്ള സ്ഥലം മാറ്റവും ഇൻക്രിമെന്റ് തടയലും. ഇതിലും കടുത്ത ഒരു ശിക്ഷ ഇനി അവർക്ക് കൊടുക്കാനില്ലല്ലോ. പാവങ്ങൾ കഞ്ഞികൂടി മുട്ടിക്കാണും. ഈ 2.5 വർഷത്തിനിടെ ഈ കാടന്മാർ ഇനി എത്ര നിരപരാധികളുടെ നെഞ്ചും കൂടും നട്ടെല്ലും ഇടിച്ച് കലക്കി കാണും. പുറത്തു വരാത്ത സംഭവങ്ങൾ എത്രയുണ്ടാകും. അതുകൊണ്ട് ഇത്തരം അസുരന്മാർ കാക്കിയിടുന്നില്ല എന്ന, സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നില്ല എന്ന്, സേനയിൽ ഇല്ല എന്ന് ഉറപ്പാക്കാൻ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി അങ്ങ് തയ്യാറാകണം. കാരണം അങ്ങേക്കറിയാം പോലീസിന്റെ ക്രൂരമർദ്ദനം എന്താണെന്ന്. അത് അനുഭവിച്ചയാളാണ് താങ്കൾ.